ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിൻ്റെ പഠനം നാം ആരംഭിച്ചു കഴിഞ്ഞു. ചോദ്യോത്തരങ്ങളുടെ 5 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും ആരംഭിക്കുകയാണ്. 2025 ലോഗോസ് പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്ക് കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ 100 മോക്ക് ടെസ്റ്റുകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 മോക്ക് ടെസ്റ്റ് നടത്തി കഴിഞ്ഞു. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ആദ്യത്തെ നമ്പറിൽ ബന്ധപ്പെടുക. ന്യായാധിപന്മാർ 16-ാം അധ്യായം 2 വീഡിയോസായാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിലെ ചോദ്യോത്തരങ്ങളാണിത്. ഒന്നാമത്തെ ചോദ്യം: ന്യായാധിപന്മാർ 16-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 31. 2. ആര് ഗാസയിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യായാധിപന്മാർ 16-ാം അധ്യായം ആരംഭിക്കുന്നത്? സാംസൺ. 3. സാംസൺ എവിടേക്കാണ് പോയത്? ഗാസയിലേക്ക്. 4. ഗാസയിലേക്ക് പോയ സാംസൺ അവിടെ ആരെയാണ് കണ്ടുമുട്ടിയത്? ഒരു സ്വൈരിണിയെ. 5-ാമത്തെ ചോദ്യം: സാംസൺ എവിടെയാണ് ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടിയത്? ഗാസയിൽ. 6. ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടിയ സാംസൺ ചെയ്തതെന്ത്? അവളോടുകൂടി ശയിച്ചു. ചോദ്യം 7: സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതാര്? ഗാസ നിവാസികൾ. 8. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ ഗാസ നിവാസികൾ ചെയ്തത് എന്തെല്ലാം? അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു. 9. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്നറിഞ്ഞ ഗാസ നിവാസികൾ ആദ്യം ചെയ്തതെന്ത്? അവിടം വളഞ്ഞു. 10. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്നറിഞ്ഞ ഗാസ നിവാസികൾ അവിടം വളഞ്ഞ് എപ്പോഴാണ് പട്ടണവാതിൽക്കൽ പതിയിരുന്നത്? രാത്രി മുഴുവൻ. 11. രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നതാര്? ഗാസ നിവാസികൾ. 12. രാത്രി മുഴുവൻ ഗാസ നിവാസികൾ പതിയിരുന്നത് എവിടെ? പട്ടണവാതിൽക്കൽ. 13. രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്ന ഗാസ നിവാസികൾ പറഞ്ഞതെന്ത്? പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവന് നമുക്ക് കൊല്ലാം. 14. എപ്പോൾ വരെ കാത്തിരിക്കാം എന്നാണ് ഗാസ നിവാസികൾ പറഞ്ഞത്? പ്രഭാതം വരെ. 15. പ്രഭാതം വരെ എന്തു ചെയ്യാം എന്നാണ് ഗാസ നിവാസികൾ പറഞ്ഞത്? കാത്തിരിക്കാം. 16. പ്രഭാതം വരെ കാത്തിരുന്ന് രാവിലെ അവന് നമുക്ക് എന്തു ചെയ്യാം എന്നാണ് ഗാസ നിവാസികൾ പറഞ്ഞത്? കൊല്ലാം. 17. രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ അവർ എന്തു ചെയ്തു? നിശ്ചലരായിരുന്നു. 18. രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ ഗാസ നിവാസികൾ നിശ്ചലരായിരുന്നപ്പോൾ സാംസൺ ചെയ്തതെന്ത്? സാംസൺ പാതിരാവരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വച്ച് ഹെബ്രോന്റെ മുമ്പിലുള്ള മലമുകളിലേക്ക് പോയി. 19. സാംസൺ എപ്പോൾ വരെയാണ് കിടന്നത്? പാതിരാവരെ. 20. പാതിരാവരെ കിടന്ന സാംസൺ പിന്നെ എന്താണ് ചെയ്തത്? എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടി പറിച്ചെടുത്ത് തോളിൽ വച്ച് ഹെബ്രോന്റെ മുമ്പിലുള്ള മലമുകളിലേക്ക് പോയി. 21. പാതിരാവരെ കിടന്ന് പിന്നെ എഴുന്നേറ്റ സാംസൺ എന്താണ് പറിച്ചെടുത്തത്? പട്ടണപ്പടിപ്പുരയുടെ വാതിൽ. 22. സാംസൺ പട്ടണപ്പടിപ്പുരയുടെ വാതിൽ എന്തോടുകൂടെയാണ് പറിച്ചെടുത്തത്? കട്ടിളക്കാലോടുകൂടെ. 23. പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വച്ച് എങ്ങോട്ടാണ് സാംസൺ പോയത്? ഹെബ്രോന്റെ മുമ്പിലുള്ള മലമുകളിലേക്ക്. 24. എവിടെയുള്ള മലമുകളിലേക്കാണ് സാംസൺ
പറിച്ചെടുത്ത പട്ടണപ്പടിപ്പുരയുടെ വാതിൽ തോളിൽ വച്ചുകൊണ്ട് പോയത് ഹെബ്രോന്റെ മുമ്പിലുള്ള. 25 ന്യായാധിപന്മാർ 16 അധ്യായത്തിൻ്റെ ആദ്യത്തെ തലക്കെട്ട് സാംസനും ദലീലയും. 26 അതിനുശേഷം സോറേക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. എന്തിനു ശേഷം? പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വച്ച് ഹെബ്രോന്റെ മുമ്പിലുള്ള മലമുകളിലേക്ക് പോയതിനു ശേഷം. 27 അതിനുശേഷം സോറേക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. ആര്? സാംസൺ. എവിടെയുള്ള ദലീല എന്ന സ്ത്രീയെയാണ് സാംസൺ സ്നേഹിച്ചത്? സോറേക്ക് താഴ്വരയിലുള്ള. 29 ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളുടെ അടുത്തു ചെന്ന് പറഞ്ഞു. ആരുടെ അടുത്ത്? ദലീലായുടെ. 30 ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളുടെ അടുത്തു ചെന്ന് പറഞ്ഞതെന്ത്? സാംസനെ നീ വശീകരിക്കണം, അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. 31 ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളോട്, അതായത് ദലീലയോട് ആദ്യം പറഞ്ഞതെന്ത്? സാംസനെ നീ വശീകരിക്കണം. 32 സാംസനെ നീ വശീകരിക്കണം, അവൻ്റെ എന്ത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം എന്നാണ് നേതാക്കന്മാർ അവളോട്, ദലീലയോട് പറഞ്ഞത്. ശക്തി. 33 അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നും അവനെ എങ്ങനെ കീഴടക്കി എന്തു ചെയ്യാമെന്നും മനസ്സിലാക്കണം എന്നാണ് നേതാക്കന്മാർ അവളോട് പറഞ്ഞത്. ബന്ധിക്കാമെന്നും. 34 സാംസനെ നീ വശീകരിക്കണം, അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ഫിലിസ്ത്യ നേതാക്കന്മാർ അവൾക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതെന്ത്? ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് എത്ര വെള്ളി നാണയം തരാമെന്നാണ് ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ദലീലായോട് പറഞ്ഞത്? 1100. 36 ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. ആരോട് പറഞ്ഞു? ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ദലീലായോട്. 37 ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാമെന്ന് ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ പറഞ്ഞപ്പോൾ ദലീല സാംസനോട് പറഞ്ഞതെന്ത്? നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. 38 നിന്റെ എന്ത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് എന്നോട് പറയുക എന്നാണ് ദലീല സാംസനോട് പറഞ്ഞത്. നിന്റെ ഈ വലിയ ശക്തിയെല്ലാം. 39 നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നും ഒപ്പം മറ്റെന്തും കൂടി എന്നോട് പറയുക എന്നാണ് ദലീല സാംസനോട് പറഞ്ഞത്. നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും. 40 നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക എന്ന് ദലീല പറഞ്ഞപ്പോൾ സാംസൺ പറഞ്ഞ മറുപടി എന്ത്? ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. 41 എന്തുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും എന്നാണ് സാംസൺ പറഞ്ഞത്? ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട്. 42 എങ്ങനെയുള്ള 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകും എന്നാണ് സാംസൺ പറഞ്ഞത്? ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട്. 43 ഉണങ്ങാത്ത എത്ര ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകും എന്നാണ് സാംസൺ പറഞ്ഞത്? 7. 44 ഉണങ്ങാത്ത 7 പുതിയ ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ ആരെപ്പോലെയാകും എന്നാണ് സാംസൺ പറഞ്ഞത്? മറ്റു മനുഷ്യരെ പോലെ. 45 ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ്
ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകുമെന്ന് സാംസൺ പറഞ്ഞപ്പോൾ ആരാണ് ഉണങ്ങാത്ത പുതിയ 7 ഞാണ് കൊണ്ടുവന്നത്? ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. 46 ഫിലിസ്ത്യ പ്രഭുക്കന്മാർ കൊണ്ടുവന്നത് എന്ത്? ഉണങ്ങാത്ത പുതിയ 7 ഞാൺ. 47 ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു. ഏവ കൊണ്ട്. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ കൊണ്ടുവന്ന ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട്. 48 ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നു. ആരാണ് അവ കൊണ്ട് സാംസനെ ബന്ധിച്ചത്? ദലീല. 49 ഉൾമുറിയിൽ അവൾ പതിയിരുത്തിയിരുന്നത് ആരെ? ആളുകളെ. 50 ഉൾമുറിയിൽ ആളുകളെ പതിയിരുത്തിയിരുന്നത് ആര്? ദലീല. 51 എവിടെയാണ് ദലീല ആളുകളെ പതിയിരുത്തിയിരുന്നത്? ഉൾമുറിയിൽ. 52 ഉൾമുറിയിൽ ആളുകളെ പതിയിരുത്തിയിരുന്ന അവൾ സാംസനോട് പറഞ്ഞതെന്ത്? സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. 53 സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ എന്തു ചെയ്തിരിക്കുന്നു എന്നാണ് അവൾ ദലീല പറഞ്ഞത്? വളഞ്ഞിരിക്കുന്നു. 54 ആരു നിന്നെ വളഞ്ഞിരിക്കുന്നു എന്നാണ് ദലീല പറഞ്ഞത്? സാംസനോട് പറഞ്ഞത്? ഫിലിസ്ത്യർ. 55 സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സാംസൺ ചെയ്തതെന്ത്? അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. 56 എന്തുപോലെയാണ് അവൻ സാംസൺ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞത്? അഗ്നി ചണനൂലിനെ എന്ന പോലെ. 57 അഗ്നി ചണനൂലിനെ എന്ന പോലെ എന്താണ് അവൻ സാംസൺ പൊട്ടിച്ചു കളഞ്ഞത്? ഞാണുകൾ. 58 അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞതുകൊണ്ട് എന്ത് പുറത്തായില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവന്റെ ശക്തിയുടെ രഹസ്യം. 59 അവന്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല. എന്തുകൊണ്ട്? അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞതുകൊണ്ട്. 60 അവന്റെ ശക്തിയുടെ ഡാഷ് പുറത്തായില്ല. ന്യായാധിപന്മാർ 16:9 പ്രകാരം പൂരിപ്പിക്കുക. രഹസ്യം. 61 അവന്റെ ശക്തിയുടെ രഹസ്യം പുറത്താകാതിരുന്നപ്പോൾ ദലീല സാംസനോട് പറഞ്ഞതെന്ത്? നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. എങ്ങനെ നിന്നെ ബന്ധിക്കാം എന്ന് എന്നോട് പറയുക. 62 നീ എന്നെ എന്തു ചെയ്തു എന്നാണ് ദലീല സാംസനോട് പറഞ്ഞത്? കബളിപ്പിച്ചു. 63 നീ എന്നെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവൾ പറയുന്നത് എന്ത്? എന്നോട് നുണ പറഞ്ഞു. 64 നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് അവൾ വീണ്ടും അവനോട് പറയുന്നത് എന്ത്? എങ്ങനെ നിന്നെ ബന്ധിക്കാം എന്ന് എന്നോട് പറയുക. 65 എന്ത് എന്നോട് പറയുക എന്നാണ് ദലീല സാംസനോട് പറയുന്നത്? എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന്. 66 എങ്ങനെ നിന്നെ ബന്ധിക്കാം എന്ന് എന്നോട് പറയുക എന്ന് പറഞ്ഞ ദലീലയോട് സാംസൺ പറഞ്ഞതെന്ത്? ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ടുവന്ന് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും. 67 എന്തുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും എന്നാണ് സാംസൺ ദലീലയോട് പറഞ്ഞത്? ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ട്. 68 ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ട് എന്തു ചെയ്താൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെ ആകും എന്നാണ് സാംസൺ പറഞ്ഞത്? ബന്ധിച്ചാൽ. 69 ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി ആരെപ്പോലെയാകും എന്നാണ് സാംസൺ ദലീലയോട് പറഞ്ഞത്? മറ്റാരെയും പോലെ. 70 ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെ ആകുമെന്ന് അവൻ പറഞ്ഞപ്പോൾ ദലീല ചെയ്തതെന്ത്? ദലീല പുതിയ കയർ കൊണ്ടുവന്ന് അവനെ കെട്ടി. ദലീല പുതിയ കയർ കൊണ്ടുവന്ന് അവനെ കെട്ടിയിട്ട് അവനോട് പറഞ്ഞതെന്ത്? സാംസൺ, ഇതാ ഫിലിസ്ത്യർ വരുന്നു. 72 പതിയിരുന്നവർ എവിടെയാണ് പതിയിരുന്നത്? അകത്തെ മുറിയിൽ.
73 സാംസൺ ഇതാ ഫിലിസ്ത്യർ വരുന്നു എന്ന് ദലീല പറഞ്ഞപ്പോൾ സാംസൺ ചെയ്തതെന്ത്? കെട്ടിയിരുന്ന കയർ നൂലുപോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. 74 എന്താണ് അവൻ നൂലുപോലെ പൊട്ടിച്ചു കളഞ്ഞത്? കെട്ടിയിരുന്ന കയർ. 75 കെട്ടിയിരുന്ന കയർ അവൻ പൊട്ടിച്ചു കളഞ്ഞതെങ്ങനെ? നൂലുപോലെ. 76 കെട്ടിയിരുന്ന കയർ നൂലുപോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞപ്പോൾ ദലീല സാംസനോട് പറഞ്ഞതെന്ത്? ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു, എന്നോട് നീ കളവു പറഞ്ഞു, നിന്നെ എങ്ങനെ ബന്ധിക്കാം എന്ന് എന്നോട് പറയുക. 77 ഇപ്പോഴും നീ എന്നെ എന്തു ചെയ്തിരിക്കുന്നു എന്നാണ് ദലീല സാംസനോട് രണ്ടാമതായി പറഞ്ഞത്. കബളിപ്പിച്ചിരിക്കുന്നു. 78 ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു, എന്നോട് നീ കളവു പറഞ്ഞു എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവൾ പറയുന്നത് എന്ത്? നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക. 83 എൻ്റെ തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് എവിടെ ഉറപ്പിച്ചു നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകുമെന്നാണ് സാംസൺ ദലീലായോട് പറഞ്ഞത്. ആണിയിൽ ഉറപ്പിച്ച്. 84 അവൻ ഉറങ്ങുമ്പോൾ അവൻ്റെ തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്തു. ആര് ഉറങ്ങുമ്പോൾ അങ്ങനെ ചെയ്തത്? ആര്? സാംസൺ ഉറങ്ങുമ്പോൾ അങ്ങനെ ചെയ്തത് ദലീല. 85 അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ എന്താണ് എടുത്തു പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്തത്? 7 തലമുടി ചുരുൾ. 86 അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് എന്തു ചെയ്തു? നെയ്തു. 87 എപ്പോഴാണ് ദലീല അവൻ്റെ 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്തത്? അവൻ ഉറങ്ങുമ്പോൾ. 88 അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്തു. അനന്തരം അവനോട് പറഞ്ഞതെന്ത്? സാംസൺ ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. 89 സാംസൺ ആരു നിന്നെ ആക്രമിക്കാൻ വരുന്നു എന്നാണ് ദലീല സാംസനോട് പറഞ്ഞത്? ഫിലിസ്ത്യർ. 90 സാംസൺ ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ചെയ്തതെന്ത്? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു. 91 സാംസൺ ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നെന്ന് ദലീല പറഞ്ഞപ്പോൾ അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വലിച്ചു പൊളിച്ചത് എന്തെല്ലാം? ആണിയും തറിയും പാവും. 92 അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും ചെയ്തതെന്ത്? വലിച്ചു പൊളിച്ചു. ഇങ്ങനെ 93 ചോദ്യങ്ങളാണ് ആദ്യത്തെ ഭാഗത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ന്യായാധിപന്മാർ 16-ാം അധ്യായം ഒരു ഭാഗം കൂടിയുണ്ട്. അത് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ ഇതോടൊപ്പം നടക്കുകയാണ്. ആദ്യം പറഞ്ഞതുപോലെ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസ് സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതേ നമ്പറിലേക്ക് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് കോഡ് നമ്പർ നൽകുന്നതായിരിക്കും. പരീക്ഷ എഴുതുന്നതിന് കോഡ് നമ്പർ ആവശ്യമാണ്. 100 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. ഈ ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 മോക്ക് ടെസ്റ്റ് എന്ന ക്രമത്തിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ഓരോ മോക്ക് ടെസ്റ്റ് ആണ് നടത്തുന്നത്. ആദ്യത്തെ 2 മാസം ആഴ്ചയിൽ 2 മോക്ക് ടെസ്റ്റ് എന്ന രീതിയിലായിരിക്കും നടത്തപ്പെടുക. അതേ തുടർന്ന് ആഴ്ചയിൽ 3 മോക്ക് ടെസ്റ്റ് എന്ന ക്രമത്തിൽ ഒരു 2 മാസത്തോളം നടത്തുന്നതായിരിക്കും. പരീക്ഷ അടുത്തു വരുന്ന ദിവസങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും മോക്ക് ടെസ്റ്റ് നടത്തപ്പെടുക. 25 ചോദ്യങ്ങളുള്ള 70 മോക്ക് ടെസ്റ്റുകളാവും ഉണ്ടാവുന്നത്. 50 ചോദ്യങ്ങളുള്ള 20 മോക്ക് ടെസ്റ്റുകളും 100 ചോദ്യങ്ങളുള്ള 10 മോക്ക് ടെസ്റ്റുകളും. അങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എല്ലാവരും നന്നായി പഠിക്കുക. ഓരോ ദിവസവും ഓരോ അധ്യായം എന്ന രീതിയിൽ പഠിച്ചു പോകാനും അതേ തുടർന്ന് പലതവണ ഈ പാഠഭാഗങ്ങൾ ആവർത്തിക്കാനും റിവിഷൻ നടത്താനും ഒക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കും. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.